സത്യത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു ഏർപ്പാടല്ലേ. അയ്യപ്പ സംഗമം എന്ന പേരിൽ ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇറങ്ങി പോകാൻ സമയത്ത് ഒരു തിരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു നാടകം കളിച്ചത് എന്തിനാണ്? ഇടതുപക്ഷം എത്ര കാലം കേരളം ഭരിച്ചിട്ടുണ്ട്? ഇക്കാലത്തൊക്കെ കേരളത്തിൽ ശബരിമലയുണ്ട്, ഹൈന്ദവ വിശ്വാസങ്ങളുണ്ട്. ഭംഗിയായി സമാധാനപൂർവ്വം പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഇത്തരം പൂജാകർമ്മങ്ങളും ആരാധനാകർമ്മങ്ങളൊക്കെ നടത്താറില്ലേ? എന്തിനാ ഇപ്പോഴായിട്ട് ഇത്തരം ഒരു നാടകം കളിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായത്? എല്ലാ നിലയിലും ജനവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഗവൺമെൻറ് വിഭാഗീയത സൃഷ്ടിച്ച് വർഗീയ വികാരങ്ങൾ ആളിക്കത്തിച്ച് വോട്ട് നേടാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലായി. യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ പോലും അതിൽ പങ്കെടുത്തിട്ടില്ല, ഹൈന്ദവ വിശ്വാസികൾ അതിൽ പങ്കെടുത്തിട്ടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഇരട്ടത്താപ്പ് യഥാർത്ഥ വിശ്വാസികൾക്ക് നന്നായി മനസ്സിലാവും. ശബരിമലയുടെ പരിഭാവനതയും പവിത്രതയും നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ഈ ഗവൺമെൻറ് എത്രത്തോളം നടത്തിയിരുന്നു എന്നത് ഹൈന്ദവ വിശ്വാസികൾക്കും മറ്റു മതവിശ്വാസികൾക്കും നന്നായി അറിയാം. വിശ്വാസ ആചാരങ്ങളിൽ, അവരുടെ അനുഷ്ഠാന കർമ്മങ്ങളിലൊക്കെ ഒരു ഗവൺമെൻറ് എന്തിനാണ് ഇടപെടുന്നത്? അത് സംബന്ധിച്ച് ആക്ടിവിസ്റ്റുകളെ വിശ്വാസാചാരങ്ങൾ തെറ്റിച്ച് ശബരിമലയുടെ പരിഭാവനത തകർക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിച്ചത് എല്ലാവർക്കും അറിഞ്ഞൂടെ? പിണറായിയുടെ ഗവൺമെൻറ്റല്ലേ അതിനുവേണ്ടി ശ്രമിച്ചത്? വെറുതെ പ്രകോപനം സൃഷ്ടിക്കല്ലേ ഗവൺമെൻറ് അത് ഉണ്ടാക്കിയത്? ഒരു കാരണവുമില്ല. എന്ത് ഗുണമായി ഗവൺമെൻറ് അന്ന് കിട്ടിയത്? അത് സംബന്ധിച്ച് കേസുകളിൽ ഈ ഗവൺമെൻറ് കൊടുത്ത സത്യവാങ്മൂല്യം ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പതിറ്റാണ്ടുകളായി ഒരു സമൂഹം വിശ്വസിച്ചു വരുന്ന ആരാധനാക്രമങ്ങളും ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് ഇന്ത്യയുടെ പരമോന്നത കോടതികളിലൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരം ഒരു നാടകം കളിച്ചത് വിശ്വാസികളെ വഞ്ചിക്കാനാണ്. അത് തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് സാധിച്ചു എന്നതാണ് ഇന്നലത്തെ സംഗമത്തിന് ആളില്ലാതെ പോയത്. ഒഴിഞ്ഞ കസേരകളെ നോക്കി മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കേണ്ടി വന്നു. അത്യാവശ്യമായി അവിടെ എത്തിച്ചേർത്ത സർക്കാർ ജീവനക്കാർ, ഇടതുപക്ഷ വിശ്വാസികളായ സർക്കാർ ജീവനക്കാരും മുഖ്യമന്ത്രി വിട്ടതോടുകൂടി വേദി വിട്ടുപോയി. ദയനീയ പരാജയമായി മാറി. ഇനിയിപ്പോൾ ഓരോ ജനവിഭാഗങ്ങളുടെയും പ്രത്യേകം സംഗമങ്ങൾ നടത്തുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നടക്കുമെന്ന് അറിഞ്ഞുകൂടാ, ന്യൂനപക്ഷ സംഗമങ്ങൾ എന്ന പേരിൽ. എന്തിനാണ് ഒരു ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത്? വിവിധ ജനവിഭാഗങ്ങളെ പ്രത്യേകമായി സംഘടിപ്പിച്ച് യോഗങ്ങൾ ചേർത്ത് ഏതെങ്കിലും ഒരു സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഗവൺമെൻറ് ജനവിശ്വാസം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ ഓരോ പ്രവർത്തനങ്ങൾ നടത്തി ശ്രമിച്ചു നോക്കുകയാണ്. അതിലൊക്കെ ദയനീയ പരാജയമാവുകയാണ്. പക്ഷെ അതിലൊക്കെയുള്ളത് സർക്കാർ ഖജനാവിൽ നിന്ന് ഭീമമായ തുക, ജനങ്ങൾക്ക് വികസനം കിട്ടേണ്ടത്, ക്ഷേമം കിട്ടേണ്ടുന്ന തുകയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ധൂർത്തടിച്ചു പോകുന്നത്. എന്തിൻ്റെ പേരിലായിരുന്നാലും സർക്കാരിൻ്റെ 4-ാം വാർഷികം 3-ാം വാർഷികം എന്നൊക്കെ പറഞ്ഞ് എത്ര കോടികൾ ധൂർത്തടിച്ചു. പാവപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്ത പണം വർഷങ്ങളായി കൊടുത്തിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരം ധൂർത്തും ആഡംബരങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കി ഈ അവസാന ഘട്ടത്തിലെങ്കിലും ജനങ്ങൾക്ക് കാര്യങ്ങൾ കൊടുത്ത് അതിനല്ലേ ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്? നിഖില മേഖലകളിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ മുങ്ങിത്താവാൻ പോകുന്ന സമയത്തുള്ള പെടച്ചിലാണ് നമ്മൾ ഈ കാണുന്നത്. ഏതൊക്കെ വൈക്കോൽ തുരുമ്പ് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ശ്രമിക്കുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.